ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു EV വാങ്ങിയിട്ട് 2-3 മാസമായിട്ട് ഉപയോഗിക്കാതെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്നൊരു കണ്ടീഷനിലേക്ക് പോകും. അതായത് ബാറ്ററി ഡിപ്ലീറ്റ് ആയി പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. അത് കമ്പനി പോലും വാറണ്ടി തരാത്തൊരു സിറ്റുവേഷനാണ്. സോ EV ഉള്ള ആൾക്കാർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴാണ്. അതായത് നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ LED ഡിസ്പ്ലേക്ക് ഡീകളറേഷൻ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അടുത്തായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറേ ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇത് EVയുടെ മോട്ടർ ഓൺ ആക്കിയിട്ടിട്ട് കയറ്റത്തിൻ്റെ മുകളിൽ ബ്രേക്ക് പിടിക്കാതെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തുന്നൊരു പരിപാടിയുണ്ട്. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. EVയുടെ മോട്ടർ കംപ്ലൈൻ്റ് ആവുന്നതാണ്. അതേപോലെ തന്നെ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, EVയുടെ മോട്ടർ ഓൺ ആക്കിയിട്ടിട്ട് പുറകിലോട്ടേക്ക് തള്ളുന്നൊരു പ്രവണതയും ഞാൻ കണ്ടിട്ടുണ്ട്. അതും EVയുടെ മോട്ടർ കംപ്ലൈൻ്റ് ആക്കാനായിട്ടുള്ളൊരു കാരണമാണ്. ഇതിനൊക്കെ ഓപ്ഷൻസ് ഈ വണ്ടികളിൽ തന്നെ അതിൻ്റെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹിൽ അസിസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ റിവേഴ്സ് ഓപ്ഷൻസും ഈ വണ്ടികളിൽ വരുന്നുണ്ട്. അത് രണ്ടും യൂസ് ചെയ്തിട്ട് നമ്മൾ സേഫായിട്ട് തിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ വണ്ടിയിലൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വരുന്ന ഒരുവിധം വണ്ടികളിലൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ അവൈലബിൾ ആണല്ലോ. അപ്പം 3 തവണ ഫാസ്റ്റ് ചാർജ് നിങ്ങളുടെ വണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തവണയെങ്കിലും സ്ലോ ചാർജിങ് ചെയ്യണം. അത് നിങ്ങളുടെ വണ്ടിയുടെ ബാറ്ററി ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ കൂടെ കിട്ടുന്ന ചാർജർ, സ്കൂട്ടറിൻ്റെ കേസിലാണെങ്കിൽ കിട്ടുന്ന ചാർജർ ഒരിക്കലും ഫുട് ബോർഡിൻ്റെ മുകളിലോ സീറ്റിലോ വെച്ചിട്ട് നിങ്ങൾ ചാർജ് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം അത് കത്തിപ്പിടിക്കാനും മറ്റ് അപകടങ്ങൾക്കും ചെറിയൊരു കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജർ എപ്പോഴും തറനിരപ്പിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ എല്ലാവരും അറിയിക്കുക. ഓക്കെ, അപ്പം വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.